ഹായ് ഹലോ അസ്സലാമലൈക്കും. ന്യൂഹാ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാഹ് നമുക്കും സുഖമാണ്. അപ്പോൾ കുറേ തയ്ക്കാനുണ്ട് കേട്ടോ. രാവിലെ തന്നെ മിറ്റടി കഴിഞ്ഞാണ്ട് ചെടിയൊക്കെ ഒന്ന് നനച്ചിട്ട് പിന്നെ തയ്ക്കാനിരുന്നിക്കാണ്. ഇനിയിപ്പോൾ ദിവസങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം ഞാനൊരു നെറ്റിക്ക് തുണി മാറ്റി വെച്ചിന്ന് പറഞ്ഞു, അത് ഞാൻ ഫുള്ളാക്കി. അപ്പോൾ അതൊക്കെ ഈ വീഡിയോയിൽ കൂടെ അതൊക്കെയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് തരാൻ ആരും മറക്കണ്ട. അപ്പോൾ ഇത് നമ്മളെ മുറ്റത്ത് കൂടെ അതിൻ്റെ അരുകിൽ കുഴിച്ചിടാതെ വെറുതെ ഉണ്ടായൊരു മത്തൻ തയ്യാട്ടോ. അതിപ്പോൾ നല്ലോണം ഉണ്ടാകുന്നുണ്ട്. അത് വാഴൻ്റെ കുറച്ച് മൂട്ടിലായതുകൊണ്ട് അവിടെ നിൽക്കുമോയെന്ന്, അതിന് ആയുസ്സുണ്ടാകുമോയെന്ന് വെച്ചറിയില്ല. ചിലപ്പോൾ ഒരു വളമിടാൻ ചെല്ലലും അങ്ങനത്തെ ഒക്കെ ഒരു വലിച്ചിടലും ഒക്കെയാണ്. അപ്പം അങ്ങനെ ചെടിയൊക്കെ ഒന്ന് നനക്കട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ചെടിയൊക്കെ നനക്കട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. വെയിലൊക്കെ ആകുമ്പോഴത്തേന് ഇതൊക്കെ കഴിഞ്ഞ് കയറിയിട്ട് വേണം നമുക്ക് മെഷീൻ മെരുക്കാൻ കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ട് നോമ്പൊക്കെ? എന്നാലും നല്ലൊരു മഴയൊക്കെ വന്നു. പക്ഷേ അതേല പോയാവോ, എന്തോ ഒരു ചൂടേനു. നേരം വെളുക്കോളം ചൂടും ആവിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം നിങ്ങൾക്കൊക്കെ മഴ പെയ്തോ? ഇന്നലെ വൈകുന്നേരം മഴ വരുന്നുണ്ട്. അപ്പോൾ നനച്ചിട്ടുണ്ടായില്ല. അതുകൊണ്ടാണ് ഈ സമയത്ത് നനക്കുന്നത്. അല്ലെങ്കിൽ ഈ നേരത്തൊന്നും നനക്കലില്ല. ഉച്ച കഴിഞ്ഞിട്ടാട്ടോ നനക്കൽ. പിന്നെ ഇന്നലെ മഴ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ കരുതി മഴ പെയ്യുമല്ലോ, അപ്പം എന്നാൽ ഇനി നനക്കണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ടതേനും. പിന്നെ ഞാനിവിടെ കുറേയൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ മാറ്റി കൊടുന്ന് വെച്ചത് കൊണ്ട് അത് നനക്കാതിരുന്നാൽ എന്താ വെച്ചാൽ അത് ചോട് ഇളകിയതായതുകൊണ്ട് കരിഞ്ഞു പോകും വിചാരിച്ചങ്ങാണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്തൊക്കെയുണ്ട്? പെരുന്നാളിൻ്റെ എല്ലാവരും പെരുന്നാളിൻ്റെ വരവിനായിട്ട് ഇങ്ങനെ കാത്തിരിക്കാവൂലേ? നോമ്പൊക്കെ ഇപ്പോൾ ഇനി എന്താകുമോ, എത്ര എണ്ണം കിട്ടുമെന്നൊന്നും അറിയില്ലല്ലോ. ഗൾഫിലൊക്കെ തീരുമാനിച്ച് വെച്ച മാതിരി നമുക്കിപ്പോൾ തീരുമാനിച്ച് വെക്കാൻ പറ്റൂലല്ലോ. അപ്പം അങ്ങനെ ചെടികളൊക്കെ നനയ്ക്കുകയാണ്. ഇവിടെ വെയിലറിച്ചാൽ പിന്നെ നിൽക്കില്ല. ഭയങ്കര വെയിലാട്ടോ, നിൽക്കാൻ കഴിയൂല. നോമ്പും കൂടി ആയാൽ പിന്നെ പറയും വേണ്ടല്ലോ, നമുക്ക് ഭയങ്കര ക്ഷീണമാവും വെയിൽ തട്ടിക്കഴിഞ്ഞാൽ. പിന്നെ മുറ്റത്തും അതേപോലെയാണ്. മഴ ഇല്ലെങ്കിൽ ഭയങ്കര പൊടിയൊക്കെയാണ്. അപ്പോൾ ഞാൻ മുറ്റം വെറുതെ ഒന്നിങ്ങനെ തെളിച്ചിടലുണ്ട്. പക്ഷെ ഇപ്പം 2-3 മഴ പെയ്യുകൊണ്ട് അത്രയ്ക്ക് ഇങ്ങോട്ട് പൊടിയില്ല കേട്ടോ. നല്ല കാടാകുന്നുണ്ട് വേഗം മഴ തട്ടിയത് കൊണ്ടേ. പുല്ലെല്ലാം അങ്ങോട്ട് പെട്ടെന്നുണ്ട്. ഇവിടെ വെയിലും മഴയും കൂടി തട്ടുന്ന സ്ഥലമായതുകൊണ്ട് ഭയങ്കര പുല്ലാണ്. എപ്പോഴും പുല്ലുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ വൈകുന്നേരം ചായക്ക് ഇനിയിപ്പോൾ ഇന്നുണ്ടാക്കണമെന്ന് ഇതിൽ കാണിച്ചണില്ല. ഇന്നിപ്പോൾ രാവിലത്തെ വീഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ ഇല്ലാതെ വീട്ടിലുണ്ടാകുകൊണ്ട് ഇപ്പോൾ പണി കൂടുതലാണ്. അല്ലെങ്കിൽ തന്നെ നോമ്പിന് പണി കൂടുതലാണ്. അപ്പോൾ മക്കളും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ടല്ലോ. നമ്മൾ ഒരു ഭാഗം ഒതുക്കി പെറുക്കി വെക്കുമ്പോഴത്തേന് ഓലത് നിരത്തി വെച്ചേക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നെറ്റി. ഇത് ഞാൻ വെട്ടി വെച്ച് ഇതല്ല, ഇത് ചുരിദാറാണല്ലേ, സോറി, ചുരിദാറാണ്. ഇതിൻ്റെ പണി ഫുള്ളായിട്ടില്ല. ഇതിൻ്റെ കുറച്ച് ഭാഗം കൂടി വെച്ചപ്പോൾ കറുത്ത നൂല് നമുക്ക് പിന്നെ ഇങ്ങനെ പെരുന്നാളും ഒക്കെ ആകുമ്പോൾ ഭയങ്കര ചിലവാക്കാറ് കേട്ടോ. കൂടുതലും ആൾ നെയ്റ്റി തയ്ക്കാൻ വരുന്നവർക്കൊക്കെ വേണ്ടത് പിന്നെ കറുപ്പാവും വേണ്ടത്. അപ്പോൾ കറുപ്പ് ഒരുപാട് കൊടുന്ന് വെച്ചാലും തികയൂല. അപ്പോൾ അത് കൊണ്ടുവരണം. അതിൻ്റെ ബാക്കി ഭാഗം കൂടി തയ്ക്കണമെങ്കിൽ കുറച്ച് കഴിയട്ടെ, കട തുറന്നിട്ട് വേണമല്ലോ എന്ന് വിചാരിച്ചങ്ങാണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇഞ്ചി നെയ്റ്റി അവിടെ വെട്ടി വെച്ചിക്കണ്. അപ്പോൾ പിന്നെ കറുപ്പ് നൂല് കിട്ടുമ്പോഴത്തേന് അതിൻ്റെ പണി കഴിച്ചട്ടെ എന്ന് വിചാരിച്ച് നിൽക്കാം കേട്ടോ. ഇതൊക്കെ ചുരിദാറുകളാണ്. അപ്പോൾ നമുക്ക് തയ്ക്കാം.
അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നെയ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. വെട്ടി വെച്ചാൽ പെട്ടെന്ന് തയ്ക്കും. അതിന് വേണ്ടി വെട്ടാതെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എഴുതിയാൽ പിന്നെ തയ്ക്കുന്നല്ല കേട്ടോ. അത് ഞാൻ ഇട്ടൊക്കെ നോക്കി വെച്ച് കറക്റ്റാണ്. അപ്പോൾ ഇതാണ് എൻ്റെ നെയ്റ്റി. ഇതിന് ഞാൻ സിബൊന്നും വെച്ചിട്ടില്ല കേട്ടോ. സിബൊന്നും വേണ്ട, അങ്ങനെ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അസ്സലാമു അലൈക്കും.